ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ഉം 10ഉം ശ്ലോകങ്ങളാണ്. ശ്രീമന്നാരായണീയം ദശകം 74 ഭഗവാന്റെ മഥുരാപുരി പ്രവേശം. ശ്ലോകം 9. സ്വക്കം സക്ഷപണോത്സവസ്യ പുരതഃ പ്രാരംഭതൂര്യോപമശ്ചാപധ്വംസ മഹാധ്വനിസ്തവ വിഭോ ദേവാനരോ മാഞ്ജയത്. കംസസ്യാപി ച വേപഥുസ്തദുദിതഃ കോദണ്ഡഖണ്ഡദ്വയീ ചണ്ഡാഭ്യാഹതരക്ഷിപൂരുഷരവൈരുത്കൂലിതോ ഭൂത്വയാ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. സ്വകംസ ക്ഷപണോത്സവസ്യ പുരതഃ പ്രാരംഭ തുര്യോപമഃ ചാപധ്വംസ മഹാധ്വനി സ്തവ വിഭോ ദേവാൻ അരോമാഞ്ചയത്. കംസസ്യാപി ച വേപഥു സ്തദ് ഉദിതഃ കോദണ്ഡഖണ്ഡദ്വയീ ചണ്ഡാഭ്യാഹത രക്ഷിപൂരുഷ രവൈരർ ഉത്കൂലിതോ ഭൂത് ത്വയാ. അർത്ഥം: വിഭോ നാഥ, സ്വ നാളെ, കംസക്ഷപണോത്സവസ്യ കംസവധമാകുന്ന ഉത്സവത്തിൻ്റെ പുരത മുമ്പ് തന്നെ, പ്രാരംഭതൂര്യോപമ ആരംഭവാദ്യത്തിനു തുല്യമെന്ന പോലെ, തവ അങ്ങയുടെ, ചാപധ്വംസ മഹാധ്വനി ചാപഭഞ്ജനത്തിൻ്റെ വലിയ നാദം, ദേവാൻ ദേവന്മാരെ, അരോമാഞ്ചയത് രോമാഞ്ചം കൊള്ളിച്ചു, കംസസ്യാപി ച കംസന്, തദുദിത അതിൽ നിന്നും ജനിച്ച, വേപഥു ഭയവും സംഭ്രമവും വിറയലും, കോദണ്ഡഖണ്ഡദ്വയീ ചണ്ഡാഭ്യാഹത രക്ഷിപൂരുഷരവൈ വില്ലിൻ്റെ 2 കഷ്ണങ്ങളും കൊണ്ട് കഠിനമായ പ്രഹരമേറ്റ് നിലവിളിച്ച കാവൽ ഭടന്മാരുടെ ശബ്ദങ്ങളെ കൊണ്ട്, ത്വയ അങ്ങയാൽ, ഉത്കൂലിത അഭൂത് കരകവിഞ്ഞതാക്കി തീർത്തു. അക്ഷരങ്ങളും എങ്ങനെ ചൊല്ലാന്നും നോക്കാം. സ്വ അവിടെ വിസർഗം. കംസ ക്ഷപണോത്സവസ്യ ക്ഷപണോത്സവ ത് സ എന്നാണ്, സ എന്ന് ചേർത്ത് എഴുതിയതാണ്. കംസക്ഷപണ ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. പുരത അവിടെ വിസർഗം. പ്രാരംഭ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തുര്യോപമ അവിടെ വിസർഗം. ചാപധ്വംസ മഹാധ്വനി ചാപധ്വംസ മഹാധ്വനി ചേർത്ത് ചൊല്ലുമ്പം ശ്ചാനാവും. പ്രാരംഭതൂര്യോപമശ്ചാപധ്വംസ മഹാധ്വനി സ്തവ വിഭോ, ഭോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ചാപധ്വംസ എന്നുള്ളതിൻ്റെ ധ്വംന്നും മഹാധ്വനി എന്നുള്ളതിൻ്റെ ധ്വാന്നും നന്നായിട്ട് ഊന്നി പറയണം. ദേവാൻ അരോമാഞ്ചയത്, ഞ്ച എന്നുള്ളത് ഞാ ച എന്നാണ്. കംസസ്യാപി ച വേപഥു, ഥു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സ്തത് ഉദിത അവിടെ വിസർഗം. കോദണ്ഡ ണ്ട എന്നുള്ളത് ണ ഡ എന്നാണ്, ഒട്ടും ഊന്നരുത്. ഖണ്ഡ ഇവിടെ അതേപോലെ ണ ഡ എന്നാണ്. ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഖണ്ഡദ്വയീ ചണ്ഡാഭ്യാഹത അതൊന്നിച്ച് ചൊല്ലാനുള്ളതാണ്. ചണ്ഡാഭ്യാഹത ണ്ട ഇവിടെ അതേപോലെ ണ ഡ എന്നാണ്. ഭ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. രക്ഷിപൂരുഷ രക്ഷി ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. രവൈർ ഉത്കൂലിതോ ഭൂത് ഒന്നിച്ച് ചൊല്ലണത്. രവൈർ ഉത്കൂലിതോ ഭൂത്, ഉത്കൂലിത അഭൂത് അത് ചേർത്തിട്ടാണ് ഉത്കൂലിതോ ഭൂത്. ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ത്വയാ
ചേർത്ത് ചൊല്ലുമ്പോൾ ചണ്ഡാഭ്യാഹത രക്ഷി പൂരുഷരവൈരുത്കൂലിതോ ഭൂത്വയാ. ചേർത്ത് ചൊല്ലുമ്പോൾ ത്വയാ എന്നാവും. ഉത്കൂലിത അഭൂത് ത്വയാ, അത് ചേർത്തിട്ടാണ് ഇവിടെ ത്വ എന്ന് ഡബിളായിട്ട് താന്ന് എഴുതിയിരിക്കുന്നത്. അഭൂത് ത്വയാ അതാണ്. കംസക്ഷപണോത്സവസ്യ പുരതഃ പ്രാരംഭതൂര്യോപമശ്ചാബധ്വംസ മഹാധ്വനിസ്തവ വിഭോ ദേവാനരോമാഞ്ചയത്. കംസസ്യാപി ച വേപഥുസ്തദുദിതഃ കോദണ്ഡഖണ്ഡദ്വയീ ചണ്ഡാഭ്യാഹത രക്ഷി പൂരുഷരവൈരുത്കൂലിതോ ഭൂത്വയാ. അടുത്തത് 10ാമത്തെ ശ്ലോകം. ശിഷ്ടൈർദുഷ്ടജനൈശ്ച ദൃഷ്ടമഹിമാ പ്രീത്യാ ച ഭീത്യാ തതഃ സംപശ്യൻ പുരസമ്പദം പ്രവിചരൻ സായം ഗതോ വാടികാം. ശ്രീദാംനാ സഹ രാധികാ വിരഹജം ഖേദം വദൻ പ്രസ്വപന്നാനന്ദന്നവതാരകാര്യഘടനാദ്വാദേശ സംരക്ഷമാം. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ശിഷ്ടൈർ ദുഷ്ട ജനൈശ്ച ദൃഷ്ട മഹിമാ പ്രീത്യാ ച ഭീത്യാ തതഃ സംപശ്യൻ പുര സമ്പദം പ്രവിചരൻ സായം ഗതോ വാടികാം. ശ്രീദാംനാ സഹ രാധികാ വിരഹജം ഖേദം വദൻ പ്രസ്വപൻ ആനന്ദൻ അവതാര കാര്യഘടനാത് വാദേശ സംരക്ഷമാം. അർത്ഥം: തതഃ വില്ലൊടിച്ചതിനു ശേഷം, ശിഷ്ടൈ സജ്ജനങ്ങളാൽ, പ്രീത്യ സന്തോഷത്തോടു കൂടി, ദുഷ്ടജനൈ ദുഷ്ടന്മാരാൽ, ഭീത്യ ച ഭയത്തോടും കൂടി, ദൃഷ്ടമഹിമ മഹത്വം കാണപ്പെട്ടവനായി അങ്ങ്, പുരസമ്പദം മഥുരാപുരിയുടെ ഐശ്വര്യത്തെ, സംപശ്യൻ കാണുന്നവനായി, പ്രവിചരൻ ചുറ്റി നടന്ന്, സായം സന്ധ്യയ്ക്ക്, വാടികാം ബാഹ്യോദ്യാനത്തെ, ഗതഃ പ്രാപിച്ചു, ശ്രീദാംനാ സഹ ഉറ്റ സുഹൃത്തായ ശ്രീദാമാവിനോടുകൂടി, രാധികാവിരഹജം രാധയെ പിരിഞ്ഞുണ്ടായ ഖേദം ദുഃഖത്തെ, വദൻ അയാളോട് പറഞ്ഞുകൊണ്ട്, പ്രസ്വപൻ ഉറങ്ങിയവനായി, അവതാരകാര്യഘടനാത് അവതാരകാര്യമായ കംസവധത്തിന് അവസരം വന്നതിനാൽ, ആനന്ദൻ സന്തോഷിക്കുന്നവനുമായ അങ്ങ്, വാദേശ ഗുരുവായൂരപ്പ, മാം ദുഃഖിതനായ എന്നെ സംരക്ഷ രക്ഷിച്ചാലും. നമുക്കിതിലെ അക്ഷരങ്ങളും എങ്ങനെ ചൊല്ലാന്നും നോക്കാം. ശിഷ്ടൈർ ദുഷ്ട ഷ്ട, ശിഷ്ടൈർ എന്നൊക്കെ മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ജനൈശ്ച ദൃഷ്ടമഹിമ, ദൃഷ്ട, ഇവിടെ അതേപോലെ ഷ്ട എന്ന് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ദൃ എന്നാണ്. ദൃഷ്ടമഹിമ. പ്രീത്യ ച ഭീത്യ, ഭീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തതഃ അവിടെ വിസർഗം ഇട്ടിട്ടും ചൊല്ലാം. അപ്പോൾ സംപശ്യൻ, ഒരു സാന്ന് മതി. വിസർഗമില്ലാതെ ചേർത്ത് ചൊല്ലുമ്പോൾ സംപശ്യൻ, 2 സാന്ന് വേണം. പുര സമ്പദം പ്രവിചരൻ സായം ഗതോ വാടികാം. ശ്രീദാംന, ദ എന്നുള്ളത് ദയൽത്തെ, സഹ രാധികാവിരഹജം, രാധിക ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഖേദം, ഖേ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. ദം എന്നുള്ളത് ദന്ന് ദയൽത്തെ. വദൻ, ഇവിടെ അതേപോലത്തെ ദന്ന് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. പ്രസ്വപൻ, ആനന്ദൻ, അവതാര കാര്യഘടനാത്, ആനന്ദൻ എന്ത് എന്നൊക്കെ നാദ് എന്നാണ്. അവതാര കാര്യഘടനാത്, ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വാദേശ സംരക്ഷമാം, ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ചേർത്ത് ചൊല്ലുമ്പോൾ
പ്രസ്വപന്നാനന്ദന്നവതാരകാര്യഘടനാദ്വാദേശ शिष्टैर्दुष्टजनैश्च दृष्टमहिमा प्रीत्या च भीत्या ततः सम्पश्यन् पुरसम्पदं प्रविचरन् सायं गतो वाटिकां श्रीदाम्ना सह राधिकाविरहजं खेदं वदन् प्रस्वपन्नानन्दन्नवतारकार्यघटनाद्वादेश संरक्ष माम्. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.